അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നുള്ള അശ്വിന്റെ വിരമിക്കലിന് പിന്നാലെ ആരോപണവുമായി പിതാവ് രവിചന്ദ്രൻ. തന്റെ മകൻ അപമാനിക്കപ്പെടുകയാണെന്നും പെട്ടെന്നുള്ള വിരമിക്കലിന് ഇത് കാരണമായേക്കാമെന്നുമാണ് ആരോപണം. അവസാന നിമിഷത്തിലാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞതെന്നും തനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അശ്വിന്റെ വിരമിക്കലിൽ കടുത്ത അതൃപ്തിയും അദ്ദേഹം പ്രകടിപ്പിച്ചു. വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുകയാണ്. ഹരി, ഈ പരമ്പര പൂർത്തിയാകുന്നതിന് മുൻപുള്ള രാജി വലിയ വിമർശനത്തിന് വിധേയമായിരുന്നു. ആ സാഹചര്യത്തിലാണോ പിതാവ് ഇക്കാര്യങ്ങൾ പറയുന്നത്? തീർച്ചയായും രേണുക, അത് തന്നെയാണ്. മാത്രമല്ല, പ്രധാനമായും നമ്മൾ എടുത്ത് സൂചിപ്പിക്കേണ്ടത് അശ്വിൻ തിരിച്ച് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സീരീസ് നടക്കുന്നതിനിടയിൽ തന്നെ സുനിൽ ഗവാസ്കർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ അശ്വിനെ വിമർശിച്ചിരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഒരു പരമ്പരയുടെ ഇടയിൽ എന്തുകൊണ്ടാണ് വിരമിക്കുന്നത് സംബന്ധിച്ച് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ അശ്വിൻ എന്ന 38 വയസ്സുകാരനായ ക്രിക്കറ്റ് കളിക്കാരൻ അദ്ദേഹം വിരമിക്കേണ്ട സ്റ്റേജ് തന്നെയാണ് പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം അശ്വിൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു BCCI സെലക്ടേഴ്സിനോട് തന്നെ മത്സരിപ്പിക്കുന്നില്ലെങ്കിൽ ഈ സീരീസിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പോലും ആദ്യ ടെസ്റ്റിൽ അശ്വിൻ കളിച്ചില്ല. രണ്ടാം മത്സരത്തിലാണ് അശ്വിന് ഒരു അവസരം കിട്ടിയത്. അതിൽ അശ്വിന് തിളങ്ങാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ മൂന്നാം മത്സരത്തിൽ അശ്വിനെ തഴയുകയും ചെയ്തു. ഈ കാരണം കൊണ്ട് തന്നെയാണ് അശ്വിൻ റിട്ടയർ ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ പറ്റും. കാരണം ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് അശ്വിൻ വിരാട് കോഹ്ലിയുടെ തന്റെ റിട്ടയർമെന്റ് പ്ലാൻ പറയുന്നത് ഉണ്ടായിരുന്നു. അതിൽ കണ്ണു നിറയുന്ന വിരാട് കോഹ്ലിയുടെ വീഡിയോ ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. പക്ഷേ അശ്വിന്റെ അച്ഛൻ ഈ ഒരു പ്രതികരണം നടത്തുമ്പോഴേക്കും എന്തായാലും റിട്ടയർമെന്റിനെ പറ്റി അശ്വിൻ ചിന്തിച്ചിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം അദ്ദേഹത്തിന് കുറച്ച് നാളുകൾക്ക് മുന്നേ ഉള്ള ഇന്റർവ്യൂകളിൽ, പ്രത്യേകിച്ച് തമിഴ്നാട് പ്രീമിയർ ലീഗിൽ അദ്ദേഹം ഒരു കോച്ചായും ക്യാപ്റ്റനായും കളിച്ച് ഡിണ്ടിഗൽ ഡ്രാഗൺസ് എന്ന ക്ലബിന് വേണ്ടി കളിക്കുന്ന സമയത്ത് അദ്ദേഹം കിരീടം നേടിക്കൊടുത്തപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ താൻ ഇനിയും മുന്നോട്ട് തുടരും എന്നുള്ള ഘട്ടത്തിലാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് തമിഴ്നാട് പ്രീമിയർ ലീഗ് ജേതാക്കളായ അശ്വിന്റെ ടീം മാറിയത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അതുകൊണ്ട് തന്നെയാണ് അവിശ്വസനീയമായും ഈ റിട്ടയർമെന്റ് തോന്നുന്നത്. കാരണം കൃത്യമായി അങ്ങനെ യാതൊരു പ്ലാനും ഇല്ലാതെ പെട്ടെന്നെടുത്തൊരു ഡിസിഷൻ ആണോ ഇത്? കാരണം BCCI സെലക്ടേഴ്സിൽ നിന്ന് പിതാവിന് പോലും അതിനെക്കുറിച്ച് വ്യക്തമായ വിവരമില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം സൂചിപ്പിക്കുന്നത്. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.